ഒരു പരസ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ കഴിഞ്ഞിട്ട് മറ്റേ തിരിച്ചു പോകുന്ന ജോലിക്കാരിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ബായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. ബോംബെ ഏജൻസിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പെരുമ്പാവൂർ മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കുള്ളൊരു പാടത്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇയാൾ ബായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഇയാള് തമിഴ്നാടനാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം 5:45 ഞാൻ ആ ഷോട്ട് എടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെറിയ കുഞ്ഞ് കട്ട്സും പ്രൊഡക്റ്റ് ഷോട്ടും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ലൈറ്റെല്ലാം ഇതുപോലെ അടക്കി വെച്ച് പ്രൊഡക്റ്റ് ഷോട്ട് തുടങ്ങി. 6:30 ഏജൻസിക്കാരെ വന്നിരിക്കുകയാണ്. ബോംബെക്കാർ, ഹിന്ദിക്കാരാ വന്നിട്ട് പറഞ്ഞു, വി ഹാവ് ടു റീഷൂട്ട് ദ പർട്ടിക്കുലർ ഷോട്ട്. വൈ? ഹി ഹാസ് യൂസ്ഡ് ദ ലെഫ്റ്റ് ഹാൻഡ്. ആക്ച്വലി വി ആർ സപ്പോസ് ടു യൂസ് ദ റൈറ്റ് ഹാൻഡ്. ഞാൻ പറഞ്ഞു, സാർ, യു ഓൾ പീപ്പിൾ ആർ ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ബിഹൈൻഡ് ദ മോണിറ്റർ. നിങ്ങൾ ആ സമയത്ത് പറയാതെ ഇപ്പൊ ലൈറ്റ് പോയി, ഞാൻ എന്ത് ചെയ്യും? വയലെന്ന് ഞാൻ പറഞ്ഞതാണ്. പാടത്തൊക്കെ എങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്യും നമ്മള്? ഒരു പാടം ഇങ്ങനെ കിടക്കുകയാണ്. അവര് ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു അത് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഈ പറ്റില്ല, ഞങ്ങള് ആൻസർ ചെയ്യണം. ഇത് എന്താ പറയുക, നമ്മൾ ഒരു കാര്യം പറ്റില്ല എന്നും പറഞ്ഞ് അവർ അത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അത് വലിയ കുഴപ്പമായി. ഇത് ആക്ച്വലി എനിക്കത് മാറ്റിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു മാറ്റിയെടുക്കണമെങ്കിൽ ക്രൂ മൊത്തം ഇന്ന് ഇവിടെ ഹോൾട്ട് ചെയ്ത് നാളെ രാവിലെ മാറ്റിയെടുക്കാം. അപ്പോൾ ലൈറ്റ് പോയി. മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇത്ര രൂപയുടെ നഷ്ടമുണ്ട്. ആ നഷ്ടം നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ നമുക്കെടുക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതെന്താ, നിങ്ങളല്ലേ ഡയറക്ടർ? ഞാൻ പറഞ്ഞു, ഞാനാണ് ഡയറക്ടർ. സോ നിങ്ങളുടെ ആവശ്യം എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്നത്? നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ സംസാരിച്ച് നിന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സോ ഓഫ് കോഴ്സ് നമുക്ക് നാളെ ചെയ്യാം, ഞാൻ ചെയ്യാൻ റെഡിയാണ്. പെട്ടെന്ന് ഇപ്പോഴും ആ ആഡ് ഓടിക്കുന്നുണ്ട്. ഏതാണ്ട് 8 വർഷം മുമ്പ് ഏത് ആഡാണ്. ഇപ്പോഴും ഞാൻ ആ ഷോട്ട് കാണുമ്പോൾ ആലോചിക്കും. പ്രധാനപ്പെട്ട ആഡുകൾ ഏതൊക്കെയാ ശരിക്കും മനസ്സിലിരിക്കണം? ഒത്തിരി ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ജോൺസ്കോഡി ആണെങ്കിലോ, അല്ലെങ്കിൽ ധാത്രി ആണെങ്കിലോ, അല്ലെങ്കിൽ നിറപറയാണെങ്കിലോ, ഇപ്പോൾ മൈജി ഫോർ എക്സാമ്പിൾ, മോഹൻലാൽ മഞ്ജു ഇപ്പൊ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻവാസിൽ എന്ന് പറഞ്ഞാൽ മൈജിയുടെ പരസ്യങ്ങളാണ്. മൈജി കാരണം മോഹൻലാലാണ് ഒരു സൈഡിൽ, മഞ്ജു വാര്യരാണ് ഒരു സൈഡിൽ. രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള കമേഴ്ഷ്യൽസ് ആണ് അവരുടെ സീസൺസ് പരസ്യങ്ങൾ. പിന്നെ ഏറ്റവും വലിയ പരസ്യം പറഞ്ഞപ്പോൾ മിറ്റ്സുബിഷിയുടെ ഫ്യൂസോ എന്ന് പറഞ്ഞ ട്രക്ക്, അവരുടെ ആഡ് ഫിലിംസ് കുറേ നാൾ നമ്മളാ ചെയ്തുകൊണ്ടിരുന്നത്. ബെൻസിന്റെ ലോറികളും ബസ്സുകളും ഉണ്ടല്ലോ, മെഴ്സിഡസ് ബെൻസിന്റെ, അതിന്റെ 2017 മുതൽ 2021 വരെയുള്ള എല്ലാ ആഡ്സും ഇന്ത്യ മാർക്കറ്റിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഡെയ്മലർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, ചെന്നൈയാണ് ഡീൽ ചെയ്യുന്നത്. അവർ തന്നെയായിരുന്നു മിറ്റ്സുബിഷി മാർക്കറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ആഡ് ചെയ്തു, അത് ഇഷ്ടപ്പെട്ടപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു പരിപാടി. ഇതിനകത്ത് ഇഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാൾ കൂടുതലേ അവരുടെ റിക്വയർമെന്റ്സിനോട് യെസ് പറയാന്ന് പറയുന്നതാണ്. ചിലപ്പോൾ പറ്റൂലായിരിക്കും. അപ്പം തന്നെ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളോട് ആർക്കും താല്പര്യം തോന്നില്ല. ചില കാര്യം ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ പറയും. നമ്മൾ യെസ് ചെയ്യാം, വിൽ ഡു, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്നിട്ട് അവര് തന്നെ മനസ്സിലാക്കണോ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ആഡ് ഇഷ്ടപ്പെട്ട ആ ക്ലയന്റ് അവരുടെ എല്ലാ പരിചയത്തിലുള്ളവരെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി. ഈ അല്ലു അർജുൻ സിനിമകളുടെ പാട്ടുകൾ ഇവിടെ കുട്ടികളെ ആകർഷിക്കാറുണ്ട്. പാട്ട് വളരെ ശ്രദ്ധിക്കുന്നതും എഴുതുന്ന ആളായതുകൊണ്ട് അല്ലു അർജുൻ്റെ സിനിമകളുടെ പാട്ടുകൾ ഏതാണ് ഇപ്പോൾ കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത്? എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ പാട്ടുകൾ അധികം കേട്ടിട്ടില്ല. പുഷ്പ 2-ലെ പാട്ടുകൾ അധികം കേട്ടിട്ടില്ല. പുഷ്പ 1-ലെ പാട്ടുകൾ എനിക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. എല്ലാം അടിപൊളി ഇഷ്ടമാണ്, മറ്റേതും ഇഷ്ടമാണ്. അടിപൊളിയല്ലേ, എല്ലാ പാട്ടും ഇഷ്ടമായിരുന്നു. എല്ലാം ഭയങ്കര രസമല്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ കീഴടക്കിയതല്ലേ. സമീന്ദ്ര പാട്ടാണെങ്കിലും ഊവാൻ ടവാമാവാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആകർഷിക്കുന്ന പാട്ടുകളുടെ സ്വഭാവത്തിൽ ഇപ്പോൾ തെലുങ്കിൽ നിന്ന് മാറി മ്യൂസിക് വന്നിട്ട് നമ്മൾ എഴുതുന്ന പാട്ടുകളും ഹിറ്റാവുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയുള്ള വരികൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത് വികലമാണെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതൽ പിള്ളേർ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെയൊക്കെ ബ്രോഡായിട്ട് തുറന്നു വെക്കണ്ടേ? നമ്മുടെ ഭാഷ കുറച്ചുകൂടെ വികസിക്കല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോൾ പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചാൽ ആ വാക്ക് ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? അതിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ അടിപൊളി എന്നുള്ള വാക്ക് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നുള്ള വാക്കൊന്നും 30 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള ആൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലല്ലോ. നമ്മുടെ കാരണവന്മാര് ഫ്ലൈ ഓവർ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, നമ്മൾ ഈ പാലാരിവട്ടം അല്ലെങ്കിൽ തൊട്ടടുത്ത് പോയാൽ മതി. ഫ്ലൈ ഓവർ എന്ന സംവിധാനം അവർ കണ്ടിട്ടില്ലല്ലോ. കടത്ത് കുത്തി പാലം കടന്നു പോയിരുന്ന പുഴ കടന്നു പോയിരുന്ന ആൾക്കാർ ഇപ്പൊ പാലത്തിൽ കൂടെ പോകുന്നു. അപ്പൊ മാറ്റങ്ങൾ ടെക്നോളജിയിലും നാട്ടിലും പ്രകൃതിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അത് ഭാഷയിലും വരും. നമുക്കതിനകത്ത് ഓ ബനാനെ പൂ തരാമോ കൊച്ചുകുട്ടികൾ എഴുതുന്ന പാട്ടാണ് പണ്ട് കാര്യമില്ല. ആ സിനിമയ്ക്ക് അതാണ് വേണ്ടെങ്കിൽ അത് എഴുതുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതിന് നമ്മൾ വേറെ വർത്താനം പറയണ്ട. കാരണം
അത് മറ്റേ പാട്ടുകൾ ഇപ്പുറത്തുണ്ടല്ലോ അല്ലേ? അപ്പൊ 1000 പാദസരങ്ങൾക്ക് ഇല്ലെങ്കിൽ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പമായി വന്നു എന്നൊക്കെ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അത്തരം സിനിമകൾക്ക് അത് ഉണ്ടായിക്കോട്ടെ. ആരാധിക എന്നുള്ള പാട്ടുണ്ടായില്ലേ ഇവിടെ, അല്ലേ? ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ പാട്ട് ഉണ്ടാവുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരു തെറ്റുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ ഒരു 2.5 മണിക്കൂർ ഒരു കൂട്ടം ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു. അവരെ ത്രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ആ എൻഗേജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗം സഭ്യമായി എടുക്കാൻ പറ്റുമോ, സഭ്യമായിട്ട് എന്തെല്ലാം മാർഗം എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുക്കാന്നുള്ളതാണ്. ഈ 6 സിനിമകളിൽ ഇപ്പൊ തലവനെത്തിക്കുമ്പോൾ തലവന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സെക്കൻഡ് പാർട്ടുണ്ടോ? സെക്കൻഡ് പാർട്ടുണ്ട്. അങ്ങനെയാണല്ലോ പടം നിർത്തിയിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ എഴുത്ത് നടക്കുന്നുണ്ട്. പ്രോബബ്ലി അടുത്ത വർഷം പകുതി ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ. അത് നടക്കട്ടെ. ഈ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഘടകങ്ങൾ പലതായിരിക്കും, പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച പടം ചോദിച്ചാൽ എങ്ങനെയായിരിക്കും പറയാ? അതൊരു ടിപ്പിക്കൽ ആൻസർ ആണെങ്കിലും അതിന്റെ ചില സമയത്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ബൈസിക്കിൾ തീവ്സ് തുടങ്ങാം. ആദ്യത്തെ ഒരു അവസരം തന്ന സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. അപ്പൊ ആ സിനിമയെ ഒരിക്കലും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. സൺഡേ ഹോളിഡേ ഞാൻ ബൈസിക്കിൾ തീവ്സ് കഴിഞ്ഞ് 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അതിലിപോലെ ലെജൻഡറി കുറെ ശ്രീനേട്ടൻ്റെ കൂടെയും അല്ലെങ്കിൽ ലളിത ചേച്ചിയുടെ കൂടെയും ഒക്കെ കുറെ കൂടെ ഞങ്ങൾ നമ്മളുടെ ബന്ധം കുറച്ചും കൂടി ഊഷ്മളമാക്കാൻ പറ്റിയ സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എനിക്ക് തോന്നുന്നു എന്തുമാത്രം റിപ്പീറ്റ് ആ പടം എവറി വീക്ക് ഏഷ്യാനെറ്റ് പ്ലസിൽ വന്നുകൊണ്ടിരിക്കും, ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് ആൾക്കാർ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് തരികയും ചെയ്യും. ഇപ്പം നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുകയും ചെയ്യും. യാത്രയിലാണെങ്കിലും നമ്മൾ അറിയും. വിജയ് സൂപ്പറും പൗർണമിയും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ മെസ്സേജ് അയച്ച, ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ ഓർഗനൈസേഷൻസിൽ അതിഥിയായിട്ട് പോകാനും ഒക്കെ പറ്റിയൊരു പടമാണ്. കാരണം പെൺകുട്ടികളുടെ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പം അത് കുറെ കൂടെ കോമൺ ആയി. ഞാൻ 2019 അത് ചെയ്യുമ്പോൾ അത്ര അധികം പേര് അത് സംസാരിച്ചിട്ടില്ല. അതായത് ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടുപിടിക്കട്ടെ. അവൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് കഴിക്കുക. 19 വയസ്സിൽ കെട്ടിച്ചു വിടണം എന്നുള്ള പരിപാടി മനസ്സിൽ നിന്ന് വിട്. അവൾക്ക് 18 വയസ്സിൽ അവൾ ഓക്കെ ആണോ കെട്ടിക്കേ, 19 ഓക്കെ ആണോ കെട്ടിക്കേ, അവൾ 28 ഓക്കെ, അപ്പൊ കെട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ കെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ സ്വന്തം സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിക്കുമ്പോൾ 100% ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും, നല്ലൊരു ഭാര്യയായിരിക്കും, ഒരാളെയും കൂടെ എനിക്ക് കെയർ ചെയ്യാൻ പറ്റും, ഒരാളെയും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റും, ഒരാളെയും കൂടെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. കല്യാണമല്ല ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ല അൾട്ടിമേറ്റ് ലക്ഷ്യം. നിങ്ങളെന്ന വ്യക്തിയുടെ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. മദർ തെരേസ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? നമ്മൾ PT ഉഷയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, മദർ തെരേസയെ കുറിച്ച് സംസാരിക്കുന്നു, സോണിയാഗാന്ധിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നിങ്ങൾക്ക് ഒരു ഓൺട്രപ്രണർ ആയാൽ മതി, ഒരു അവതാരകയായാൽ മതി, ഒരു പൈലറ്റ് ആവാം, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവാം, ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന ആളാവും, കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്ന ആളാവും, ആരും ആയിക്കോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കാം. ഇതാണ് ആ സിനിമ കൊണ്ട് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പേരിട്ടപ്പോൾ പോലും വിജയ് സൂപ്പറും പൗർണമിയും 2 പേരും വെച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് ഈസി ആയിട്ട് ആൾക്കാർക്ക് പറയാൻ എളുപ്പം വിജയ് സൂപ്പർ എന്നല്ലേ. ഞാൻ വിജയ് സൂപ്പർ കണ്ടു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മായാ പൗർണമി കണ്ടു, അല്ലെങ്കിൽ പൗർണമി കണ്ടു. അങ്ങനെയൊന്നും വെക്കാതെ വിജയ് സൂപ്പറും പൗർണമിയും. ആ സൂപ്പർ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന നടുക്ക. വിജയുടെ കഴിഞ്ഞ് സൂപ്പറുണ്ട്, പൗർണമി തുടങ്ങുന്നതിന് മുമ്പും സൂപ്പറുണ്ട്. അപ്പൊ അത്ര ആലോചനകൾ ഓരോ സാധനങ്ങളുടെയും പുറകിലുണ്ടാവാറുണ്ട്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ മോഹൻകുമാർ ഫാൻസ് സിനിമ ചെയ്തിട്ട് കിട്ടിയ ഏറ്റവും വലിയ അപ്രീസിയേഷൻ ഇന്നസെന്റ് ഏട്ടൻ രാത്രി 9:30 മണിക്ക് സത്യനന്ദിക്കാട് സാറിന്റെ നമ്പർ മേടിച്ച് മകൻ സോണറ്റിന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചിട്ട് ഒരു സംസാരം ഉണ്ടായിരുന്നു 10:30 വരെ. ലാസ്റ്റ് ആലി ചേച്ചി വിളിച്ചിട്ട് ഇദ്ദേഹം ഡിന്നർ കഴിച്ചിട്ടില്ല മോനെ, ഫോൺ വെക്കാൻ പറ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഫോൺ വെച്ചത്. പുള്ളി ഇമോഷണലി സംസാരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞു പുള്ളി ജീവിതത്തിൽ കണ്ടുമുട്ടിയ മോഹൻകുമാർമാരെ കുറിച്ച്. അതിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അതിൽ ഡയറക്ടർമാരുണ്ട്, നടന്മാരുണ്ട്, നിർമ്മാതാക്കളുണ്ട്. അതായത് നിന്ന നിപ്പിൽ എവിടെയായിരുന്നു നമുക്ക് പാളിച്ച പറ്റിയെന്ന് അറിയാതെ ഔട്ടായി പോയ ആൾക്കാർ. മോഹൻകുമാറിലെ സിദ്ദിഖിന്റെ കഥാപാത്രം അതായിരുന്നു. 25 വർഷമായിട്ട് അയാൾ ഔട്ടായി. പക്ഷെ എന്ന് ഔട്ടായെന്ന് അയാൾക്ക് അറിയില്ല, എന്തുകൊണ്ട് ഔട്ടായെന്നും അറിയില്ല. ബാക്കോട്ട് ആലോചിച്ചാൽ നമുക്ക് അങ്ങനെ ഒത്തിരി പേരറിയാം, പേര് പറയുന്നില്ലെങ്കിലും അല്ലേ നമുക്കറിയാം. അപ്പൊ അതിന്റെ വളരെ പ്രിയപ്പെട്ട സിനിമയാണ്, വളരെ പ്രിയപ്പെട്ട ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സിനിമയാണ്. പിന്നെ ഇന്നലെ വരെ എന്ന് പറയുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ചേഞ്ച് ആഗ്രഹിച്ച്
കോവിഡ് സമയത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയമാണ്. ആ സമയത്ത് ചെയ്ത സിനിമയാണ്. ആർക്കും ജോലിയില്ലാതിരിക്കുമ്പോൾ സ്പെഷ്യൽ പെർമിഷനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഓഫ് കോഴ്സ് തലവൻ എത്തിയപ്പോഴത്തേക്കും എനിക്കിപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ല, ഈ സിനിമ ഓടിയേ പറ്റൂ, അതിന് മാത്രം എന്തുമാത്രം എഫോർട്ട് എടുക്കാൻ പറ്റും, അത്രയേറെ എഫോർട്ട്സ് എഴുത്തിലും അതിൻ്റെ മേക്കിങ്ങിലും ഒക്കെ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എഡിറ്റിങ്ങിൽ 4-5 മാസമാണ് ഞങ്ങൾ എഡിറ്റ് ചെയ്തത്. സാധാരണ ഒരു സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് 18 ദിവസം അല്ലെങ്കിൽ 20 ദിവസമാണ്. ഇത് 5 മാസം എവറി ഡേ 4 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകും, രാത്രി വരെ ഇരിക്കും. ഇങ്ങനെ 5 മാസം. മറ്റേ എഡിറ്റേഴ്സ് ഒന്നും പൊതുവെ അങ്ങനെ അങ്ങ് വളം വെച്ച് തരില്ല, അത് കുറച്ച് മുഖം കറുപ്പിക്കും. അവിടെയാണ് സൂരജ്, ES സൂരജാണ് എഡിറ്റ് ചെയ്തത്. ഒരു സ്ഥലത്ത് പോലും മുഖം കറുപ്പിക്കാതെ എനിക്ക് എപ്പോൾ ഇത് ഓക്കെ ആവുന്നോ അതുവരെ നടക്കട്ടെ 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 അങ്ങനെ. അതുകൊണ്ടാണ് സൂരജിന്റെ അടുത്ത പടം കിഷ്കിന്ദ കാണ്ട. അപ്പൊ ഈ വർഷത്തെ 2 ഹിറ്റുകളിൽ ഈ വർഷത്തെ ഹിറ്റുകളിൽ 2 ഹിറ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന സൂരജാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആർട്ട് ഫിലിംസും ഒരുപാട് പാട്ടും പിന്നെ കുറച്ച് സിനിമകളും ഒക്കെ ആയിട്ട് നടക്കട്ടെ. ഒപ്പം അല്ലു അർജുനെ കൂടെ കൊണ്ട് നടക്കുക. അല്ലു അർജുന്റെ ഒരു ഡയലോഗും കൂടെ പറഞ്ഞ് നമുക്ക് ഇത് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ ഇപ്പൊ ഡയലോഗ്സ് പറഞ്ഞു. ഞാൻ അന്ന് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അല്ലു എറണാകുളത്ത് വന്നപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്ങനെയാണ്, അത് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. ആ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഇച്ചിരി ഒരു വലിച്ചിലവിടെ വലിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ അന്ത ലെവലിലേക്ക് അളവൊക്കെ ഇത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്, പുഷ്പ അങ്ങനെ ഇന്റർനാഷണൽ ആവുന്ന കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ വരട്ടെ, അങ്ങനെ വിജയിക്കട്ടെ. അത്രയും എഫോർട്ട് അവരെടുത്തിട്ടുണ്ട്, ചെറിയ എഫോർട്ട് അല്ല. നിങ്ങളും ഇന്റർനാഷണലായി അതിന്റെ കൂടെ പറക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു. അത്രയൊന്നും നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഈ തിരക്കിനിടയിൽ നിങ്ങളെ വിടണം, കുറച്ചുകൂടി ഇരുത്തി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് ഇനിയും പിടിക്കാലോ. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കൽ കൂടെ കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു രജനീഷ്. താങ്ക് യു. ബൈ.